ഇതൊരു 10 ഏക്കർ സ്ഥലമാണ്. 11 ഏക്കർ. എല്ലാ വണ്ടി ഇതിലേക്ക് വരും കേട്ടോ. ഇതാണോ ഗേറ്റ്. അതങ്ങനെയാണ് വന്ന് ഇതാണ് വീടിൻ്റെ ഉള്ളിലേക്ക് അല്ല സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉള്ള വഴി. ഗേറ്റ് കടന്നിങ്ങനെ വരികയാണ്. ഇതിലൊരു തൊഴുത്ത് മാത്രം ബാക്കി നിർത്തി, ബാക്കി വീടൊക്കെ പൊളിച്ചിരിക്കുന്നു. പല ജാതി മരങ്ങളാണ് ഉണ്ട് ഇതിൽ. മാവ്, പ്ലാവ്, അതേപോലെ തേക്ക് അല്ല ചക്കാണല്ലോ. ഒരു ബാത്റൂം, പണ്ടത്തെ ഒരു വെള്ള ടാങ്ക്. പണ്ട് വീടുണ്ടായിരുന്നാണത്. കണ്ടോ, അങ്ങനെ എല്ലാവിധ മരങ്ങളുണ്ട്. മട്ടി, അതേപോലെ പ്ലാവ്, മാവ്, കവുങ്ങുകളുണ്ട്. പിന്നെ ഇതിൽ 4 വർഷമായിട്ട് വെട്ടു തുടങ്ങിയ 5 ഏക്കർ റബ്ബറുണ്ട് കേട്ടോ. ഉണ്ടോ, റബ്ബർ ഷീറ്റ് ഉണ്ട്. തെങ്ങ് ഒരു വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യം നല്ല തെങ്ങുണ്ട്. പിന്നെ നല്ല മണ്ണാണ്. പാറ അങ്ങനെയുള്ള സംഭവങ്ങളോ അതേപോലെ ചെരിവോ അങ്ങനെയൊന്നുമില്ല. ഇതില് മറ്റേ 11 ഏക്കറിൽ 2.5 ഏക്കറ പള്ളിയിലാണ്. ഇതൊക്കെ നല്ല മരങ്ങളാട്ടോ. ഷീറ്റൊക്കെ മര്യാദക്ക് ഇതിൽ കിട്ടുന്നുണ്ടേ. മാവ് പല ജാതി മാവുകളുണ്ട്. തേക്ക് കണ്ടമാനുണ്ട്. ഒരു 5-6 വർഷമൊക്കെ നിർത്തുകയാണെന്ന് വെച്ചാൽ തേക്ക് നല്ലൊരു വിലക്ക് തേക്ക് കൊടുക്കുക. ഇതിൽ ഈ റബ്ബർ ഇതാണ് 5 ഏക്കർ റബ്ബർ ഇതിൽ ഉണ്ട് പറഞ്ഞത്. 11 ഏക്കറിൽ 5 ഏക്കർ റബ്ബറാണെന്ന് പറഞ്ഞത്. നല്ല നിരന്ന ഭൂമിയാണ്. ഇതിൽ ഈ പറഞ്ഞമാതിരി ഇടയിൽ കൂടെ സൈഡിൽ കൂടെ ഒക്കെ നല്ല തേക്കുകളുണ്ട് കേട്ടോ. പിന്നെ മാവുകളുണ്ട് ഇതിൽ. കണ്ടോ, നിരന്ന ഭൂമിയാണ്. ഇതിൽ റബ്ബർ വെട്ടുന്ന ഷീറ്റടിക്കണ മെഷീന് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതല്ല. മഹാഗണി ഉണ്ട് ഇതിൽ. കണ്ടോ, ഷീറ്റടിക്കണ മെഷീൻ ഉണ്ട്. കുന്നോ മേടോ പാറയോ ഒന്നുമില്ല. നല്ല സ്ഥലമാണ്. വെള്ളം യഥേഷ്ടം കിട്ടുന്ന ഏരിയയാണ്. ഈ ഒഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ തെങ്ങ്, കവുങ്ങ്, അങ്ങനെ ജാതി, കൊക്കോ എന്ത് വേണിച്ചാലും കൃഷി ചെയ്യാൻ പറ്റും. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ. ഈ ഫാം ചെയ്യേണ്ടവർക്കും ഒരു ശല്യമല്ല. നല്ല ഏരിയയാണ്. ഈ 2 ചില്ലറയും പള്ളിയിൽ പറഞ്ഞ സാധനത്താണ് ഈ നടുവ് കിടക്കുന്നതാണ്. പണ്ടത്തെ തറവാട് വീടുകളല്ലേ, അപ്പോൾ അവർക്ക് പള്ളിയിലുണ്ടാവും, അതേപോലെ പറമ്പുണ്ടാവും. അങ്ങനെ മൊത്തം 11 ഏക്കർ സ്ഥലം. ഇതൊരു പണ്ടത്തെ ഒരു കുളമാണ്. ഇത് ഉപയോഗമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ മണ്ണൊക്കെ ഇടിഞ്ഞു വീണിട്ട് ഇതൊന്ന് ക്ലിയർ ആക്കി അതിൽ വെള്ളം പറ്റാത്ത വെള്ളമാണ്. ഇതിൻ്റെ റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലമാണിത്. റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കണല്ലേ. വഴി കാണുന്ന റബ്ബർ 5 ഏക്കർ റബ്ബർ. ഇതിൽ എത്ര റബ്ബറുണ്ട് ചേട്ടാ?
800 മരമുണ്ട്. 850 മരം അത്ര തരും. എത്രാം വർഷം വെട്ട്? 10 വർഷമായിക്കണം വെട്ട് എന്ന് പറഞ്ഞു. ഇതിൽ കുളങ്ങളുണ്ട് 2 വെള്ളം എപ്പോഴും കിട്ടുന്നത്. അത് ഉപയോഗിക്കാത്തതാണ്, ഇടിഞ്ഞു വീണതാണ്. ഇത് തോണ്ടിയ വെള്ളം കിട്ടും. ഇത് കുളമാണ്. ഇതേപോലെ ഒരു കുളം വേറെ ഉണ്ട്. പിന്നെ ഓപ്പൺ കിണറുണ്ട്, വെള്ളം ഫുള്ളുള്ളത്. നിരന്ന ഭൂമിയാണ്. എല്ലാ ഭാഗത്തു കൂടിയും വണ്ടിയിൽ വരാൻ പറ്റുന്ന വണ്ടി സൗകര്യമുള്ളൊരു സ്ഥലമാണ്. പണ്ടത്തെ നായന്മാർ തറവാടാണിത്. അവരൊക്കെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയപ്പോൾ അവരൊക്കെ പല ഭാഗങ്ങളിലായി. അങ്ങനെ അവരിത് ഓഹരി ചെയ്ത് അങ്ങനെ മൊത്തം മറ്റേ ഇട്ടിരിക്കുന്നു. ഒരു ശല്യമോ മറ്റൊന്നുമില്ല. പാലക്കാട് ജില്ലയാണ് ഇതൊക്കെ. മായനൂർ പരിസരം. അത്യാവശ്യം കഴുങ്ങൊക്കെ ഉണ്ടേ. അതേപോലെ ഇതിൽ മെയിനായിട്ട് ഒരുപാട് തേക്കുകളാണ്. ഒരു തറവാട്ട് വീട്ടിൽ ഉപയോഗിക്കേണ്ട എല്ലാ മരങ്ങളും ഉണ്ട് ഇതിൽ. പരിസരങ്ങളിൽ വീടുണ്ട്, സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്, കോളേജുണ്ട്. ഒരു 5 കിലോമീറ്ററിൽ ടൗണുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ചെറുമട്ടത്തിലുള്ള ഫാമുകളൊക്കെ നടത്തേണ്ട ആളുകൾ സ്ഥലം തിരഞ്ഞ് നടക്കുന്നുണ്ട് വെച്ചാൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ വാങ്ങി നല്ല രൂപത്തിൽ കൃഷിയും ചെയ്യുക. തെങ്ങ്, കവുങ്ങ്, ജാതി, കൊക്കോ ഇതൊക്കെ വേണത്തെ കൃഷി ചെയ്യുക. വെള്ളം പറ്റാത്തതാണ്. ഇതിനൊക്കെ പറ്റിയ സ്ഥലങ്ങൾ പല ആളുകളും എന്നെ ഗൾഫിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഇങ്ങനെ സ്ഥലങ്ങളുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കണ്ടോളി. കണ്ടിട്ട് പറ്റുമെങ്കിൽ വന്ന് നോക്കി നമുക്ക് ഡയറക്റ്റ് കച്ചവടം ഓണറെത്തി വന്നിട്ട് ചെയ്യാം കേട്ടോ.